ചെമ്മീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഏത് രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാലും ഒരു മിനിമം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതാ അല്ലേ? ഇതിവിടുന്ന് ഞാൻ കഴിച്ച കേരള ഫ്രൈഡ് പ്രോൺസ് എന്ന് പറഞ്ഞൊരു ഐറ്റാ. ചെമ്മീൻ അങ്ങനെ ഓവറായിട്ട് ഫ്രൈ ആയിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ പുറത്തൊരു ചെറിയ ക്രിസ്പി കോട്ടിങ്ങിൻ്റെ ഒരു ലെയറും ഉണ്ടായിരുന്നു. ഡിന്നറിന് ഞാൻ ഇവിടുന്ന് 3 ഐറ്റംസാണ് ഓർഡർ ചെയ്തത്. അതിലെ രണ്ടാമത്തായിട്ടാണ് ഈ ചെമ്മീനും കൂന്തലും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ചെമ്മീൻ കൂന്തൽ പൊതി. പിന്നെ മൂന്നാമത്തെ ഐറ്റം ഈ പരന്ന ചട്ടിയിൽ വരുന്ന 4 ഫിഷ് ഐറ്റംസ് ഉള്ള ഈ സീ ഫുഡ് പ്ലാറ്റർ. ഇതിൽ കൂന്തൽ വരുന്നുണ്ട്, ചെമ്മീൻ വരുന്നുണ്ട്, പിന്നെ ഇതാ ഈ ടൈപ്പ് ഒരു കൊഞ്ചം വരുന്നുണ്ട്, പിന്നെ സീ ബ്രീമും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് 4 മീനിൻ്റെ ഐറ്റംസേ. അപ്പോൾ ആ 3 സീ ഫുഡ് ഐറ്റംസിന്ന് എല്ലാം ഇതാ ഇങ്ങനെ ലേശം ലേശം എടുത്തിട്ട് എൻ്റെ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വിളമ്പിയാണ് വെച്ച്. ഇത് പ്ലേറ്റിലോട്ട് വിളമ്പുമ്പോൾ മണം അടിക്കുന്നുണ്ട് കേട്ടോ മൂക്കിലോട്ട്. അങ്ങനെ കൂന്തലിലാണ് ആദ്യം കൈവച്ചത്. കറക്റ്റായിട്ട് കുക്കായിന് കേട്ടോ. കൂന്തൽ ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഒരു റബ്ബറി ടെക്സ്ചർ വരും. അങ്ങനെ ചവച്ചാലൊന്നും ഒരു മുതിയാത്ത പോലെ ഇരിക്കും. പിന്നെ കഴിച്ചത് ഇതാ ഈ ചെമ്മീനാ. കൂന്തലിലായാലും ചെമ്മീനിലായാലോ ആ ഒരു മസാലേൻ്റെ ഫ്ലേവർ ബാലൻസ് ഉണ്ടല്ലോ, അത് ഓൺ പോയിന്റ് ആണ് എന്ന് തന്നെ പറയാം. എവിടെയും അങ്ങനെ ഒരു കുത്തുന്ന ഫീലേ ഉണ്ടായിട്ടില്ല. ഇത് പെട്ടെന്ന് കാണുമ്പം ചെറുതായിട്ടുള്ളൊരു സ്പൈസി ഫ്ലേവർ പോലെ തോന്നുമെങ്കിലും അങ്ങനെ ഭയങ്കര എരിവൊന്നുമില്ല. പിന്നെ കുറച്ച് സാലഡ് കഴിച്ചതിന് ശേഷം 2 വെള്ളയപ്പം ഓർഡർ ചെയ്ത്. ആ ചെമ്മീൻ്റെ കൂടെയും കൂന്തലിൻ്റെ കൂടെയെല്ലാം കൂട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതധികം സ്പൈസി അല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ആ കൂന്തലായാലും ചെമ്മീനായാലും പിന്നെ മറ്റേ പൊരിച്ച ചെമ്മീനായാലും ഈ സീ ബ്രീം ആയാലല്ലോ നല്ല നല്ല മാച്ചാണ്. അപ്പോൾ അതെല്ലാം കഴിക്കുന്നതിനിടയ്ക്ക് ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ചോദിച്ചു ഒരു ഗ്ലാസ് ജ്യൂസ് എടുക്കട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ജ്യൂസ് വേണ്ട, നിങ്ങളൊരു പ്ലേറ്റ് കട്ട് ഫ്രൂട്ട്സ് എടുത്തോന്ന്. കാരണം ഫ്രൂട്ട്സ് ആകുമ്പോൾ ഇനി അതിൻ്റെ അകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഫൈബേഴ്സ് എല്ലാം ഉണ്ടെങ്കിലേ അതും കൂടെ കിട്ടുമല്ലോ ഇത്. അപ്പോൾ അങ്ങനെ ആ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചിട്ട് കൈയെല്ലാം കഴുകിയിട്ട് ഞാൻ പിന്നെ നേരെ പോയത് ഇവരെ ഒരു ബുഫേ കൗണ്ടർ ഉണ്ട്, ബുഫേ ഡിന്നർ കൗണ്ടർ. ആ ഒരു സൈഡിലേക്കാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബുഫേകളിൽ ഒന്നാണ് ഇവിടുത്തെ ബുഫേ. ചിലപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളൊരു ബുഫേയും ഇതുതന്നെ ആയിരിക്കും കേട്ടോ. ഒരുപാട് വെറൈറ്റി കുറേ കരിച്ചതും പൊരിച്ചതും ഗ്രില്ല് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒന്നും ഇല്ലാത്തൊരു ബുഫേ ആയിരുന്നു. പക്ഷേ ഈ ബുഫേയിൽ സെർവ് ചെയ്തിട്ടുള്ള ഓരോ ഐറ്റത്തിനും എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ബുഫേ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആയതും. പിന്നെ ഡെസേർട്ട്സിലെല്ലാം അത്യാവശ്യം കുറച്ച് നല്ല സ്പ്രെഡ് ഉണ്ട് കേട്ടോ. ബസ്ബൂസിയും പിന്നെ പേസ്ട്രീസും ചോക്ലേറ്റ് കേക്കും ഗുലാബ് ജാമുനും ഐസ്ക്രീം എല്ലാം ആയിട്ട് 4 നോൺ വെജ് ഐറ്റംസും 5 വെജ് ഐറ്റംസുമാണ് നോർമലി ഈ ബുഫേ സ്പ്രെഡിലുണ്ടാവുക. 800 പ്ലസ് ടാക്സ്, അതായത് 840 റുപ്പീസാണ് ഇൻക്ലൂഡിങ് ടാക്സ് ഒരാൾക്ക് ഈ ബുഫേ കഴിക്കാനുള്ള റേറ്റ് കേട്ടോ. എത്ര വേണേലും കഴിക്കാം, എന്ത് വേണേലും കഴിക്കാം. അത് സാധാരണ എല്ലാ ബുഫേയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേറ്റുമായിട്ട് ഇറങ്ങിയിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്. എൻ്റെ വയറ് ഫുള്ളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫുള്ളാണ്, നേരത്തെ അവിടുന്ന് ചെമ്മീനെല്ലാം കഴിച്ചിട്ട്. സോ ഇവിടെ ഞാൻ അധികം ഹെവി ആയിട്ടൊന്നും കഴിക്കുന്നില്ല. കുറച്ച് റൈസും ഫ്രൈഡ് റൈസും കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇവിടുത്തെ സ്റ്റാഫിനോട് റൊട്ടി ഓർഡർ ചെയ്തു. റൊട്ടി ബുഫേയിൽ സെർവ് ചെയ്യുന്നില്ല. അപ്പോൾ ദാലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ റൊട്ടി ഓർഡർ ചെയ്തു. റൊട്ടി ലേശം ഒന്ന് കരിഞ്ഞു പോയിന്ന് കേട്ടോ. രണ്ടാമത്തെ ഞാൻ ഒന്നും കൂടെ അവനോട് കൊണ്ടുത്തരാൻ പറഞ്ഞ് അതും കുറച്ചൊന്ന് കരിഞ്ഞിന് റൊട്ടി. അതർവൈസ് ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് ദാലൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ആ ചിക്കൻ്റെ കറിയെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അവസാനം കഴിച്ചതിലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ റൈസ് എടുത്ത്, ബസ്മതി റൈസ് എടുത്ത് അതിൻ്റെ അകത്ത് തൈര് ഒഴിച്ച് ദാൽ ഒഴിച്ച് പപ്പടം പൊടിച്ചിട്ട് പിന്നെ അച്ചാറും കൂടെ ചേർത്തിട്ട് സ്പൂൺ കൊണ്ട് വേണം കേട്ടോ ഇത് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ അതും കഴിച്ചിട്ട് പിന്നെ ഇതും ജ്യൂസും കുടിച്ചു, ഒരു വിത്തൗട്ട് ജ്യൂസും. പിന്നെ നേരെ ഞാൻ റൂമിലോട്ട് പോയി. ഇതാണ് എൻ്റെ റൂം, ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ എറണാകുളം MG റോഡിലുള്ള അബാദ് ഏട്രിയം ഇല്ലേ, അബാദ് ഏട്രിയാണ്. ഞാൻ സാധാരണ എറണാകുളം പോകുന്ന സമയത്ത് ഒന്നുകിൽ അബാദ് ഏട്രിയം അല്ലെങ്കിൽ അബാദ് പ്ലാസയിലാണ് താമസിക്കാറ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് അവിടെ താമസിക്കാൻ. ഒന്നാമത് MG റോഡിൻ്റെ നടുവിലാണ്, എവിടെ വേണമെങ്കിലും പോവാം ഈസി ആയിട്ട്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ അവിടെ സെർവ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ബുഫയാണ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. മുട്ട പുഴുങ്ങിയത്, ഇത് ചെന്ന, ജ്യൂസ് ഉണ്ടേനും, ഇത് പൂരി, നേരത്തെ സോസേജ് കണ്ടില്ല അതുണ്ട്, വടയുണ്ട്, ഊത്തപ്പുണ്ട്, ഹാഷ് ബ്രൗൺ പൊട്ടാറ്റോ ഉണ്ട്, സാമ്പാറുണ്ട്, ഇഡ്ഡലി ഉണ്ട്, പിന്നെ ചിക്കൻ്റെ കറി ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ മഫിൻസും ഇത് കേക്ക്സും ക്രോissants എല്ലാം ഉണ്ട്. ഞാൻ പിന്നെ രാവിലെ തന്നെ അധികം ഹെവി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ലൈറ്റായിട്ട് ഫ്രൂട്ട്സ് കഴിച്ചിട്ടാണ് തുടങ്ങിയത്. നെക്സ്റ്റ് ഒരു പ്ലേറ്റുമായിട്ട് പോയിട്ട് ഒരു ബ്രൗൺ ബ്രെഡും എടുത്ത് പിന്നെ ഒരു മസാല ഓംലെറ്റും പറഞ്ഞു. അതെന്നിട്ട് ബട്ടർ തേച്ചിട്ടുള്ള ഈ ബ്രൗൺ ബ്രെഡ് ഇല്ലേ അതിൻ്റെ മേലെ ഇതിങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. അത് കഴിക്കുമ്പോൾ കുടിക്കാനായിട്ട് ഒരു കപ്പിൽ വിത്തൗട്ട് ചായയും പറഞ്ഞിരുന്നു. അപ്പോൾ അത് പതുക്കെ ആരാംസെ മെല്ലെ അങ്ങോട്ട് കഴിച്ചിട്ട് ആ ഒരു കപ്പ് ചായയും കുടിച്ചതിന് ശേഷം നെക്സ്റ്റ് പ്ലേറ്റുമായിട്ട് രംഗത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് ഒരപ്പവും ഒരു പൂരിയും കുറച്ച് ചെന്ന മസാലയും പിന്നെ ചിക്കൻ സ്റ്റൂവാണ്. ഇവിടുത്തെ ചിക്കൻ സ്റ്റൂ കാലങ്ങളായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈ ചിക്കൻ സ്റ്റൂവും പിന്നെ ഇവിടുത്തെ അപ്പവും അടിപൊളിയാണ്. അങ്ങനെ വലിയ പീസ് ചിക്കനൊന്നും ആയിരിക്കില്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. കുറച്ച് ചെറിയ പീസ് ചിക്കനാണ് ഉണ്ടാവുക. പക്ഷേ അത് പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും, അതായത് വെന്തിട്ടുണ്ടാവും. അങ്ങനെ ചൂയൊന്നും ആയിരിക്കുകയില്ല, ചിക്കൻ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് പൂരീൻ്റെ കൂടെയും കഴിച്ച് നോക്കിനി, പിന്നെ ആ അപ്പത്തിൻ്റെ കൂടെയെല്ലാം കഴിച്ച് നോക്കിനെ.
വീണ്ടും ഒരു ഓംലേറ്റും കൂടി ഓർഡർ ചെയ്തു. ഇപ്രാവശ്യം മസാല ഓംലേറ്റ് അല്ല, നോർമൽ ഓംലേറ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു ക്രോissant പറഞ്ഞ്, പിന്നെ ഒരു ബ്രൗൺ ബ്രെഡും. ബ്രൗൺ ബ്രെഡ് ലേശം കരിഞ്ഞു പോയിന്. ഒരു കപ്പ് ചായയും കൂടെ കുടിച്ചതിന് ശേഷം കോൺഫ്ലേക്സും കഴിച്ച്. ദാ ആ കാണുന്നതാണ് എറണാകുളം MG റോഡിലെ കവിത തിയേറ്റർ. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അബാദ് ഏട്രിയത്ത് നിന്നല്ല, അബാദ് പ്ലാസയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി. എന്നിട്ട് നേരെ ഷ്വേസ് എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം കിട്ടുന്നൊരു സ്പോട്ടുണ്ട്. എറണാകുളത്തെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐസ്ക്രീം സ്പോട്ടാണ്. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ്. കുറച്ച് നല്ല എക്സ്പെൻസീവാണ് ഈ ഐസ്ക്രീം. അപ്പോൾ ഇവിടുന്ന് ഒരു ചോക്ലേറ്റ് ഫ്ലേവേർഡും പിന്നെ ഒരു കേക്കിൻ്റെ ഒരു മിക്സ് വരുന്ന ഒരു ഐസ്ക്രീമുണ്ട്. ഇത് രണ്ടും ഓരോ സ്കൂപ്പ് വാങ്ങിച്ചു. ഏകദേശം ₹300, 390 ആയിട്ടാണ് ഈ 2 സ്കൂപ്പിൻ്റെ റേറ്റ്. ഇത് വേണമെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഹോം മെയ്ഡ് ഐസ്ക്രീം ആണെന്ന് പറയാം. അപ്പോൾ അതങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് കഴിച്ച ശേഷം റൂമിൽ പോയി കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം താഴോട്ടേക്ക് ഇറങ്ങിയേ. അബാദിൻ്റെ കെനോപ്പി എന്ന് പറഞ്ഞ കഫേയാണിത്. ഇവിടുന്നൊരു വിത്തൗട്ട് കോഫി ഒരു സാൻഡ്വിച്ചും കഴിച്ചിട്ട് കുറച്ച് സാലഡും കഴിച്ചതിന് ശേഷം നടക്കാൻ ഇറങ്ങി. എന്നിട്ട് രാത്രി ഒരു സ്ഥലത്ത് നിന്ന് ചായയും കുടിച്ചു കേട്ടോ. എന്നിട്ട് രാത്രി 2 മണിക്ക് ഒരു ലേറ്റ് നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയവരുണ്ട് പനമ്പള്ളി നഗറിൽ. മമ്മൂക്കാൻ്റെ കാരവൻ ആടി ഇങ്ങനെ വെറുതെ നിർത്തിന്. പക്ഷേ അത് പൂട്ടിയിട്ടുണ്ടായതുകൊണ്ട് അതിൻ്റെ അകത്ത് കയറാൻ പറ്റിയില്ല. അപ്പോൾ ശരി.